കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് മേടിക്കുന്നത്. അല്ല, സ്നേക്ക് പ്ലാന്റ് അല്ലല്ലോ, മൊണാസ്റ്ററിയൊക്കെയോ. മൊണാസ്റ്ററിയ നാട്ടിലെ ഒരു വെളുത്തനും മുടന്തച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ വെളുത്തനും മുടന്തച്ചി എന്ന് പറയുമ്പം വെളുത്തൻ കുപ്പി മേടിക്കുമ്പോ എപ്പോഴും മുടന്തച്ചി എന്തിടും, ഷെയർ ഇടും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്റെ ദൈവം ഇത് അടിപൊളി സെറ്റപ്പ് ആണല്ലേ, വലുതാകുമ്പോ ഇതുപോലത്തെ ഒരു പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു 4 ഡേയ്സിനുള്ളിൽ വിസ കിട്ടുമെന്ന്. അമ്മ വന്നതിന്റെ വ്ളോഗ് ഇട്ടപ്പോ കുറച്ചുപേര് ചോദിച്ചായിരുന്നു 56 kg എത്ര കിലോ കൊണ്ടുവന്നു. ഞങ്ങൾ 56 ആന്ന് പറഞ്ഞു. അപ്പൊ 56 kg ഏത് ഫ്ലൈറ്റിലാന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മള് സമ്മർ ആയി കഴിയുമ്പോ നമ്മുടെ പരിപാടി ഇതാട്ടോ, കുറച്ച് ഗാർഡൻ സെറ്റപ്പ് ആണ്. അപ്പൊ കുറച്ച് പൂക്കൊക്കെ മേടിക്കാൻ വേണ്ടി വന്നേ. നമ്മള് റേഞ്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അത് പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി നിപ്പുണ്ട്. നമുക്കുണ്ടല്ലോ ഈ ലൈറ്റ് കളറില്ല, ഈ ലൈറ്റ് കളറില്ല. അതിന് എത്ര റേറ്റ് നോക്കി? വേണമെങ്കിൽ ഓരോന്ന് എടുക്കായിരുന്നു. 8 റോസ് നോക്കി, വൈറ്റ് റോസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ കുറച്ച് വളം വേണം. സ്നേക്ക് പ്ലാന്റ് ഇത് ഇൻഡോർ പ്ലാന്റാ. അതുകൊണ്ട് കുറെ നാളായിട്ട് നമ്മളിങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇതേ ചെയ്യാൻ നമുക്കുള്ള. അതിന്റെ യെല്ലോ നമുക്കില്ലല്ലോ. ഇതിന്റെ യെല്ലോ ഇല്ലല്ലോ നമുക്ക്. 4.99 ഉള്ളൂ. 3 for 12 pound കേട്ടോ. അപ്പൊ ആ ഓഫറിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഞങ്ങള് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ വലിയ എമൗണ്ട് ആവും. അത് നേരം നമുക്ക് വളം വളരെ ചെറുതെടുത്താൽ മതി. അബി ഒരു സെറ്റ് വളം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്തവണ ഓർഗാനിക് കമ്പോസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അടിയിലോട്ട് വെച്ചേ, മുകളിൽ വെക്കുന്ന അടിയിലോട്ട്. ഈ കളറാണ് കേട്ടോ നമുക്കിപ്പോ ഓൾറെഡി ഉള്ളത്. അതിന്റെ എല്ലോ ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. അതെന്ത് രസമല്ല, ഇതിന് മൾട്ടി കളറോ രസമുണ്ടല്ലേ. ആമിക്കുട്ടീനെ നയിക്കേ ഹെഡ് ജോഗിനെയൊക്കെ പിടിച്ചോണ്ട് നിക്കുന്നേ. ആമി ഇട്ടിരിക്കുന്ന ഈ മാല നമ്മുടെ മിൻസയിലുള്ള മാലയാണ് കേട്ടാ. ഡെയ്സി നെക്ലേസ്. ഈ സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ മാല പിള്ളേർക്ക് അല്ലേ. അപ്പൊ അതെടുത്തില്ലേ? എന്നാ വാ ആമി. അതിന്റെ മണ്ടയിലൊന്നും കേറല്. കുറെ ദിവസമായിട്ടോ നമ്മള് ഗാർഡനിലോട്ടൊക്കെ ഉള്ള ഇതൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നത്. ആക്ച്വലി സമ്മർ തുടങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നത്, പക്ഷെ ടൈം കിട്ടിയില്ല. നാട്ടിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സെർബിയയുടെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും കണ്ടിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. കാണല്ലേ. അതെ, കാരണം വ്യൂ ഇല്ല. 1000 പേരെങ്കിലും കാണുന്നേ. ഇപ്പൊ 1000 പേര് കണ്ടിട്ടില്ല. വിഷമമൊന്നുമില്ല. പോവല്ലോ, നമുക്ക് ഫെർട്ടിലൈസർ എടുക്കണം. എടുത്തോ? കാണിച്ചേ. അത് മതി. മറ്റേ സാധനമാണ് സ്ലോ റിലീസ്. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ അത് തന്നെ മതി. വേണ്ടല്ലോ. അവള് പോകുന്ന ഗാർഡനാണ്. ആണോ? ഓക്കെ ഓക്കെ. അബിക്ക് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് മേടിക്കുന്നത്. അല്ല, സ്നേക്ക് പ്ലാന്റ് അല്ലല്ലോ, മൊണാസ്റ്ററിയൊക്കെയോ. മൊണാസ്റ്ററിയ എന്തോ ഒരു പേര്. ഇങ്ങനെ അപമാനിക്കല്ലേ. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് വലുതാവും. ഇതിന്റെ വലുത് പിടിക്കുന്നുണ്ട് ആക്ച്വലി. ഇത്രയല്ല, ഇതിനേക്കാളും വലുതാവും അല്ലേ. റേഞ്ചിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇത്തവണത്തെ സമ്മർ ഷോപ്പിംഗ് എല്ലാം നടത്തിയിരിക്കുന്നത്, ഗാർഡനിലോട്ട് വേണ്ടിയിട്ടുള്ളതൊക്കെ. എന്നാ മീ ബർഗർ വേണമായിരുന്നോ? പാവന്റെ കുഞ്ഞ്. എല്ലാം നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗാർഡൻ ആയല്ലോ ഇപ്പൊ, സഞ്ചരിക്കുന്ന ഗാർഡൻ. മുന്നിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബർഗർ തിന്നാൻ പാടില്ല, ബർഗർ ഹെൽത്തി ഫുഡ് അല്ല. ഞങ്ങള് മുന്നേ താമസിച്ചിരുന്ന ഒരേ ഏരിയ കൂടെയാണ് കേട്ടോ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇപ്പൊ മിസ് ചെയ്യുന്നല്ലേ. മീൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ സമ്മർ ആകുന്ന സമയത്ത് എല്ലാരും പുറത്തെ പാർക്കിലോട്ട് ഇറങ്ങിയിട്ടേ കളിക്കാനൊക്കെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. അല്ലാതെ ആ വീട് മിസ് ചെയ്യുന്നില്ല. അവിടെ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ആയിരുന്നു. അതെ അതെ. ഇതിപ്പോ ആദ്യം നമുക്കത് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. നമുക്ക് ആദ്യം ഭയങ്കര ഓക്കെ ആയിരുന്നു. അങ്ങോട്ടേക്ക് മാറിയിട്ട് പിന്നെ ഇവിടെ ചിന്തിക്കുമ്പോഴേ അല്ലേ ഭയങ്കര ഒരു ഇതിലറിഞ്ഞ
ഹോം എഴുതിയേക്കുന്നുണ്ട്. അത് പിന്നെ സോൾഡ് ആയല്ലോ. സോൾഡായി. ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല സമ്മറാണ്, 31 ഡിഗ്രി ആണ് കേട്ടോ ഇപ്പൊ. ഇതേ നാട്ടിൽ 40 ഡിഗ്രി നമുക്ക് സഹിക്കായിരുന്നു. അതെ, ഇതേ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ എടുത്ത ഒരാൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെ റേഞ്ചിൽ പോയപ്പോ കണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ ഓരോ സ്വിമ്മിംഗ് പൂളുണ്ട്. എല്ലാരും ഫാമിലി പൂളൊക്കെ മേടിച്ച് ഇറങ്ങി എല്ലാരും. അമ്മിക്കുട്ടി സ്വിമ്മിംഗ് ഡ്രക്സ് ഒക്കെ എടുത്ത് റെഡിയാണോ കുഞ്ഞ്? ആ ഇട്ട് തരാം. വാങ്ങിയ ചെടികൾക്കൊക്കെ നമ്മള് ഓരോരോ സ്ഥാനം കൊടുത്തു കഴിഞ്ഞു കേട്ടാ. നമ്മള് ഒരെണ്ണം അവിടെ വെച്ചു. ഇതേ നമ്മൾ അന്നേ മേടിച്ചൊരു മണി പ്ലാന്റ് ആയിരുന്നു. ഇതേ ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേര് ആക്ച്വലി എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഇത് 31 ഡിഗ്രിയാണ് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ചൂട്. അപ്പൊ ഒരാൾ ഇതേ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ നിറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആമി യെസ്. അപ്പൊ നമ്മൾ ഇന്ന് കടയിൽ പോയപ്പോ അഭി കണ്ടില്ലായിരുന്ന എല്ലാവരുടെയും കയ്യിൽ ഓരോരോ പൂളാ അല്ലേ? എല്ലാരും ഫാമിലി പൂളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുവാണ് അല്ലേ? ഭയങ്കര നാട്ടിലെ ചൂട് വെച്ച് നോക്കി ഇവിടെ അതിനേക്കാളും ചൂട് തോന്നുന്നു. നാട്ടിൽ നമ്മൾ 40 ഡിഗ്രിയൊക്കെ മാറിയത് ഭയങ്കര ഒരു മാറ്റമായിപ്പോയി. അപ്പൊ ഇത് അതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഇവിടെ ഉള്ള ചെടികൾ കാണിച്ചിട്ട് ഇതെല്ലാം ഇത്തവണ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിപ്പുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇച്ചിരി കൂടി വളം കിട്ടുന്ന സെറ്റപ്പ് ആക്കണം. അതിനാണ് നമ്മൾ വളം എല്ലാം മേടിച്ചത്. ഇതേ ഈ ചെടിയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞേ. ഇത് നമ്മൾ ഇത്തവണ മേടിച്ചത്. ഇത് അതിന്റെ തന്നെ ഒരു റോസ് കളറും അതിന്റെ തന്നെ ഒരു ഓറഞ്ച് കളറും നമ്മുടെ അടുത്തുണ്ട്. അതാണ് ഇത് രണ്ടും. നമുക്ക് ഇനി പൂക്കാനുണ്ട്. സിമി വേണോ? ഇത് നമ്മുടെ സ്ട്രോബെറി നല്ല അടിപൊളിയായിട്ട് ആകുന്നുണ്ട് ഇത്തവണ. ഇത് അടിപൊളി അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ മുരടിച്ചാവുന്നത്. പൂളൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഒരാൾ ഇവിടെ ചാടി ഇരുന്നു അതിനകത്ത്. സ്വിമ്മിംഗ് പൂള് റെഡി ആകാത്തപ്പോ ഇവിടെ ബഹളമായിരുന്നു. സ്വിമ്മിംഗ് പൂളാക്ക് ഗൈസ്, എന്റെ മോനെ നീ ഞങ്ങളുടെ മേത്താക്കല്ല വെള്ളം. പിസയൊക്കെ തരാം. അബ്സലൂട്ടിന്റെ പുതിയൊരു ഇതാട്ടോ, കുറച്ചായി ഇറങ്ങിയിട്ട്. ടബാസ്കോ അതാ ഒരു സോസിന്റെ അല്ലേ ഇത്? സോസിന്റെ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇറക്കിയേക്കുന്നത്. കുടിച്ചു നോക്കാം. കുറെ ഫ്ലേവർ ഉണ്ട് ഇതിന്റെ. പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, അത് എന്നൊക്കെ പറഞ്ഞു. വാനില, കുറെ ഫ്ലേവർ ഉണ്ട്. അതെന്താ ഫയർ ഉണ്ട് ഇതിന്റെ ഇതിട്ടിരിക്കുന്ന? അതപ്പോ സ്പൈസി ആണോ? ഇതിനകത്ത് ഇതാ മറ്റേ എന്താ ചില്ലി പെപ്പർ ഫ്ലേവേർഡ്. അടിച്ചോക്കാം. ഞങ്ങളുടെ നാട്ടിലെ ഒരു വെളുത്തനും മുടന്തച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ വെളുത്തനും മുടന്തച്ചി എന്ന് പറയുമ്പം വെളുത്തൻ കുപ്പി മേടിക്കുമ്പോ എപ്പോഴും മുടന്തച്ചി എന്തിടും? ഷെയർ ഇടും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്റെ ദൈവം ഇത് അടിപൊളി സെറ്റപ്പ് ആണല്ലേ, വലുതാകുമ്പോ ഇതുപോലത്തെ ഒരു ഇത് നോക്കി 2 ഗ്ലാസ്. അതെ എന്റെ ജിഞ്ചർ ale കുടിക്കാനാ. ഗ്ലാസ് കണ്ടില്ലേ? മറ്റേ ഗ്ലാസ് ഇത് മയൊന്നും അല്ല. ഇനി പരിപാടികളുണ്ട് കേട്ടോ. ഇനി നമ്മള് ചെടിയിലേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. സ്ട്രോബെറിക്കൊക്കെ വെള്ളം ഒഴിക്കാമല്ല, വെള്ളം ഒഴിക്കണം, വളം ഇടണം, കുറെ പരിപാടി ഉണ്ട്. കൊള്ളാം കേട്ടോ സാധനം. മറ്റേ സോസിനകത്ത് വെള്ളം ചേർത്ത് കുടിക്കുന്ന പോലെ ഉണ്ട്. കൊള്ളാം. പക്ഷെ ടബാസ്കോ സോസിന്റെ തന്നെ ഒരു ഇതല്ലേ? ആ സോസിനകത്തേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കുടിക്കുന്നു എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. പക്ഷെ അത് തന്നെയാണല്ലോ അതിന്റെ ഫ്ലേവർ ആണ്. അല്ലാതെ ഒരു മറ്റേ കൂട്ട് മദ്യം കുടിക്കുന്ന ഒരു ഇത് വരുന്നില്ല. നല്ല സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചില്ലി മാംഗോന്റെ ഒക്കെ ഒരു ഇത്. ഇച്ചിരി മാങ്ങയുടെ കുറവുണ്ട്. പകരം ഞങ്ങള് നമ്മുടെ എന്താ പറയാ ലെമണൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്റെ ആമയും കൂടെ കസാര എടുത്തോണ്ട് പോയി. സ്വിമ്മിംഗ് പൂളിൽ താറാവിനെ വെച്ചു. താറാവ് കളിക്കട്ടെ അല്ലേ? സ്വിമ്മിംഗ് പൂളിൽ താറാവ് കളിക്കട്ടെ അല്ലടി ആമി? ഓ എത്തൂലേ? പിന്നെ ആ തലയില് കുത്തിയ സാധനം നോക്കി എന്തിനോ വേണ്ടി തൂങ്ങി കിടക്കുന്നു. ഞാൻ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇതെത്തി ഇച്ചനോ? എന്താ ചൂടല്ലേ?
ഞങ്ങൾ ഉള്ളിലിരുന്ന് അക്വേറിയം ഇതേ പുറത്തോട്ട് മാറ്റി കേട്ടോ. അക്വേറിയം നമ്മുടെ ഫിഷ് ടാങ്ക്. കാരണം നമുക്ക് ഉള്ളിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു, അതുപോലെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വിളിക്കാന്ന് വിചാരിച്ചല്ലേ. അപ്പൊ ആക്ച്വലി നമ്മുടെ ഈ വ്ളോഗ് ഇപ്പൊ നമ്മൾ അമ്മ വരുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാട്ടെ. ഇപ്പൊ അമ്മ വന്നു, ഇത് നമ്മുടെ പൂക്കളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്രയും ദിവസത്തെ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് പൂക്കളൊക്കെ കണ്ട. 2 ദിവസം കഴിഞ്ഞു. അന്നേരമാണ് നമ്മൾ അതിന്റെ ബാക്കി വ്ളോഗ് എടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ അല്ലേ. ഞങ്ങള് ചെടികളൊക്കെ നട്ടുട്ടോ. ബാക്കിയാണ് ചെടി ഞാൻ മേടിച്ച വളം എല്ലാത്തിലും ഇട്ടു. എല്ലാം നന്നായി വരട്ടെ. എന്താണെങ്കിലും റോസ് നന്നായിട്ട് ഇതാവുന്നുണ്ട് അല്ലേ. ഇതുണ്ട്. അമ്മ വന്നതിന്റെ വ്ളോഗ് ഇട്ടപ്പോൾ കുറച്ചുപേര് ചോദിച്ചായിരുന്നു 56 kg എത്ര കിലോ കൊണ്ടുവന്നു. ഞങ്ങൾ 56 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 56 kg ഏത് ഫ്ലൈറ്റിലാന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം നമ്മൾ 23 വെച്ചിട്ട് 2 ബാഗും 10 kg അല്ലാതൊരു ബാഗുമാണ് നമുക്ക് അലവൻസ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ വിർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റിലാണ് കേട്ടോ. ബാംഗ്ലൂർ ടു ഹീത്രൂ ഡയറക്റ്റ് ഫ്ലൈറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വിർജിൻ അറ്റ്ലാന്റിക്കിൽ എപ്പോഴും കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോഴും വിർജിൻ അറ്റ്ലാന്റിക് ആയിരുന്നു. അബി വന്ന സമയത്തൊക്കെ വിർജിൻ അറ്റ്ലാന്റിക്, അന്നേരമൊക്കെ അതിൽ ഇത്രയും വെയിറ്റ് കൊണ്ടുവരായിരുന്നു കേട്ടോ. പിന്നെ പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു 4 ഡേയ്സിനുള്ളിൽ വിസ കിട്ടുമെന്ന്. 4 ഡേയ്സിനുള്ളിൽ കിട്ടും കേട്ടോ. 4 വർക്കിംഗ് ഡേയ്സ്, അതായത് മൺഡേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും കിട്ടും. കാരണം അമ്മയുടെ ഇത് നമ്മൾ 3ാമത്തെ തവണയാണ് വിസ. അപ്പൊ ഓൾറെഡി വിസ അപ്രൂവൽ ആയവർക്ക് പെട്ടെന്ന് കിട്ടും. കഴിഞ്ഞ തവണ വെച്ചത് ഒരാഴ്ചയും കൊണ്ട് വന്നായിരുന്നു. ഇപ്പൊ ഈ വിസ കേട്ടോ, മീൻസ് സ്റ്റാമ്പ് ചെയ്യുന്നില്ല, നമുക്ക് പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മെയിൽ വരുവോ ചെയ്യുന്നത്, നിങ്ങൾക്ക് വിസ റെഡി ആയെന്ന് പറഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ വിസ പോലെ തന്നെ നമ്മളത് കാണിച്ചാൽ മതി. അത് വേറെ ചോദ്യവും കാര്യങ്ങളൊന്നും ഇവിടുന്നില്ല. പാസ്പോർട്ട് കൊടുക്കുന്നു, അവർ ഓക്കെ എന്ന് പറഞ്ഞ് പാസ്പോർട്ട് ഓൾറെഡി ലിങ്ക് ചെയ്തിട്ട് ഭയങ്കര ഈസി ആയി തോന്നി അല്ലേ. പാസ്പോർട്ട് കൊടുത്തൊന്നും വേറെ വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല. അതല്ല, ഈ വിസ ആക്കിയപ്പം UK നമുക്ക് ഇമിഗ്രേഷൻ ഓക്കെയാ. കാരണം ഇവിടെ ഉള്ളവർക്ക് പാസ്പോർട്ട് അടിച്ചാൽ വേറെ രാജ്യത്ത് പോകുമ്പോഴാണ് എന്റെ പോയിന്റ്. കഴിഞ്ഞ തവണ സെർബിയ പോയിട്ട് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു, നമുക്ക് അവന്റെ മോന്തയ്ക്ക് ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. അതുപോലെയാണ് ആ ഇമിഗ്രേഷൻ ഓഫീസറുടെ കളി കേട്ടോ. അതായത് പാസ്പോർട്ട് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു, ആ പോന്നുള്ള ഇങ്ങനെ ഒരു ആക്ഷൻ. ആ വ്ളോഗിൽ ഞങ്ങൾ അധികം പറഞ്ഞില്ല, കാരണം ഭയങ്കര മോശം ബിഹേവിയർ ആയിരുന്നു. അവര് നമ്മളോട് സംസാരിക്കില്ല, അപ്പുറത്തിരിക്കുന്ന ഓഫീസറിനോട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അവരുടെ ഭാഷയിൽ മനസ്സിലാകും നമ്മളെ പറയുന്നത് ഇവരെന്തിനാ ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മള് വേറെ കാര്യം, നമ്മളിപ്പോ അവരുടെ രാജ്യം കാണാൻ പോയതാണ്. അപ്പൊ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും അവര് തെറിയുന്നേ, നമ്മൾ പോയതുകൊണ്ടല്ലേ അവർക്ക് തെറി പറയണ്ടല്ലോ. അവരിത് നോക്കാൻ വേണ്ടിയല്ലേ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യാനാ, ഇങ്ങനെയാണ് ലോകം എന്ന് മനസ്സിലാക്കുക. അത്ര അക്വേറിയം ഇരുന്നിടത്തേക്ക് ഞാൻ ഇവരൊക്കെ കയറ്റിട്ടോ. അക്വേറിയം തൽക്കാലത്തേക്ക് പുറത്ത് വെച്ചു. ഇതാണ് നമ്മുടെ ആ ഒരു സാധനം. എന്താണ് ഇത്, അന്ന് ആ വെയിൽ കൊണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ. ഞാൻ ആ കാറിൽ വെച്ചപ്പോൾ കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടെയും ഇതായി അതേപോലെ തന്നെ ഈ ഇലയ്ക്ക് ഒരു പ്രശ്നമായി. ഒരിലയ്ക്ക് കംപ്ലൈൻറ്റ് ഫുള്ളായിട്ട് വാടിപ്പോയായിരുന്നു, അത് ഞാൻ മുറിച്ച് കളഞ്ഞു. സ്നേക്ക് പ്ലാന്റിങ് ഇവിടെ വെച്ചിട്ടോ. പെണ്ണ് ചുമ്മാ കരച്ചിലാട്ടോ. പെണ്ണിന് ജലദോഷം മൂക്കാവുന്നുണ്ടോ, ജലദോഷം പിടിച്ചു പെണ്ണിന് ഭയങ്കര പ്രശ്നമാട്ടോ. ഇന്നലെ ഫുള്ള് വീഴ്ചയായിരുന്നു, എന്താ പറ്റിയെന്നറിയില്ല. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡേ ഇൻ അവർ ലൈഫും എന്താ പറയുക, കുറച്ച് സമ്മർ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെന്താ, അത്രേ ഉള്ളൂ.